ഇത് തന്ത്രി ഇതിൽ വളരെ പ്രമുഖമായൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. അത് മാത്രമല്ല, ഇനി സമ്മതമില്ലാതെ നടക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനില്ല. ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ 6-7 വർഷം ആരും അറിയാതെ നടന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ പങ്കുണ്ട്. അതുപോലെ തന്ത്രി ഇത്രയും നാള് ആരെയും കാര്യങ്ങൾ സ്വമേധയെ അറിയിച്ചില്ല എന്ന് പറയുന്നതും വളരെ ശക്തമായിട്ട് തന്ത്രിക്കെതിരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്ത്രിയോ ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്യേണ്ടത് അവര് അറസ്റ്റ് ചെയ്യട്ടെ. ഈ കേസിൽ വളരെ നിർണായകമായി തന്ത്രിക്ക് ഇടപെടാം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി കൊണ്ടുവരുന്നതിൽ പോലും തന്ത്രിക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അങ്ങനെ ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായി സാധാരണ ഭക്തർ കാണുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുമ്പോൾ അത് വലിയൊരു തരത്തിൽ സാമൂഹികമായും രാഷ്ട്രീയമായും കൂടി ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? ഇല്ല, അത് അങ്ങനെ പറയാൻ വയ്യ. അത് പ്രധാനമായിട്ടും ഈ തന്ത്രി ഇപ്പൊ അവിടെ നടന്ന കാര്യങ്ങള് തന്ത്രിക്ക് തന്ത്രിയുടെ അനുവാദമില്ലാതെ ആയിരുന്നെങ്കിൽ അത് നേരത്തെ പൊതുജനങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറെയോ ആരെയൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2019 നടന്ന കാര്യങ്ങള് അപ്പോൾ തന്നെ എല്ലാവരും അറിയുമായിരുന്നു. ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേസില് ആ ഒരു ഗ്രൂപ്പില് വരുന്ന കണ്ണി ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണ്ണി കൂടി ഉണ്ടായെങ്കിൽ ആ കേസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.